റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരു പരാതികളൊക്കെ നേരത്തെ തന്നെ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം? റോഡിന്റെ വിഷയം നമുക്ക് ആ റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഈ സംഭവം വളരെ ദാരുണമാണ്. അപ്പോൾ ഞാൻ ഈ 2021 MLA വരുന്ന സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ 266 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. വർക്ക് ഏതാണ്ട് ആ ഭാഗം മുഴുവൻ പണി പൂർത്തീകരിച്ചു പോയി. അപ്പോൾ നമ്മളത് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഒരാപാകത തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പൊന്നങ്കോട് കഴിഞ്ഞിട്ട് മുതുകുരിശി എത്തുന്നതിന് മുമ്പുള്ളൊരു വളവുണ്ട്. അങ്ങനെയുള്ള വളവടക്കം ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടാണ് നിവർത്തിയത്. അപ്പോൾ ആ നിലയിൽ തന്നെ നമ്മൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഈ നിലവിലുള്ള വർക്കിൽ റിവിഷൻ ചെയ്തിട്ട് നമുക്ക് വളവ് നിവർത്തണം. അതാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. കാരണം ഒന്ന് രണ്ട് ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ നടപടി സ്വീകരിക്കാൻ നമ്മളതിനുള്ള മന്ത്ലി റിവ്യൂ നടത്തുമ്പോൾ എല്ലാം ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലായത് ഇപ്പോൾ നേരത്തെ ഗവൺമെൻറ് അനുവദിച്ച ഫണ്ടിൽ നിന്ന് അഡീഷണലായിട്ട് ഒരു എമൗണ്ട് തരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി വഴിയുള്ളൂ എന്ന മറുപടിയാണ് തന്നത്. അതിനുശേഷമാണ് ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നത്. 2022 സബ്മിഷൻ കൊണ്ടുവന്ന ആ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്, റോഡ് സേഫ്റ്റി അതോറിറ്റി, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാം വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും അതിൻ്റെ സ്മൂത്തനിങ് കുറയ്ക്കാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ച് നമ്മൾ അത് താൽക്കാലികമായിട്ട് പരിഹാരം കണ്ടെത്തി. അതായത് മോട്ടോർ വെഹിക്കിളിൻ്റെ എല്ലാ ആക്സിഡൻ്റ് ഏരിയ ആണെന്നും സ്പീഡ് ബ്രേക്കർ വെച്ചു, സ്റ്റഡ് ഇട്ടു, അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ അതിനകത്തുണ്ടാക്കി ആക്സിഡൻറ്റ് കുറച്ചു. സത്യത്തിൽ ഇനിയിപ്പോൾ അതിലിപ്പോൾ ഈ ആളുകൾ പറയുന്നത് അവിടുത്തെ ആ ഒരു വളവ് വലിയൊരു പ്രശ്നമാണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ടോ? അല്ല, സാധ്യതയില്ലായില്ലല്ലോ. കാരണം ഗ്രീൻഫീൽഡ് ഹൈവേ അവിടെ വരികയാണ്. നമ്മുടെ എല്ലായിടത്തും ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന വീതിയും നീളത്തിലും ലാൻഡ് അക്വിസിഷൻ നടപടിയായി എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്തു. അതെല്ലാം നടത്തിയിട്ടുണ്ട്. ഇത് നാഷണൽ ഹൈവേയുടെ ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നമ്മൾ ആ പ്രദേശത്ത് ആ വീടും ഷോപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ ഇടയിലൂടെ ആ റോഡ് നിവർന്ന് പോകണം. അത് കോമ്പൻസേഷൻ കൊടുത്ത് അത് എടുത്തിട്ട് വളവ് നിവർത്തുക എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായ പരിഹാരം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ MLA എന്ന നിലയിലും സംസ്ഥാന ഗവൺമെൻറ് ഇടപെടുന്ന ആ പരിധി വെച്ച് എല്ലാം ഈ സബ്മിഷൻ തുടർന്ന് അപ്പോൾ തന്നെ അത് നടപടിയെല്ലാം സ്വീകരിച്ചതാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ഇനി ഇവിടെ തന്നെയാണോ രാത്രി മുഴുവൻ വെക്കുക? അതെ, നമ്മൾ ഒന്നാമത് ഇവർ ഒരു സുഹൃത്തുക്കളാണല്ലോ. ഇനി ഇതിൻ്റെ നടപടികളെല്ലാം കഴിഞ്ഞ് PM കഴിഞ്ഞ ശേഷം അവരുടെ മതപരമായിട്ടുള്ള കുളിപ്പിക്കൽ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ വയ്ക്കും. രാവിലെ 6 മണിക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. നേരത്തെ ഒരു ധാരണ എത്തിയത് ഒന്നിച്ച് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അവിടെ പൊതുദർശനം വെക്കാനാണ് നമ്മൾ ധാരണ എത്തിയത്. അതിനുശേഷം അവനവൻ്റെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് ധാരണ. തീർച്ചയായും ഈ പറഞ്ഞതാണ് ഇപ്പോൾ MLA റോഡിനെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ MLA വിശദീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഐഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയത്. ഇടയ്ക്ക് അങ്ങനെ ഒരു ദൃശ്യം കാണുന്നുണ്ടായിരുന്നു. ഒന്ന് ക്ലിയർ ആക്കാമോ എന്താണ് അവിടെ ഇപ്പോൾ നടന്നത് എന്ന്? അതെ, അതായത് ഐഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നു. മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും മോർച്ചറിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം നാളെയായിരിക്കും ഇവിടെ നിന്നും പുലർച്ചെയായിരിക്കും ഇവിടെ നിന്നും ഈ കൊണ്ടുപോവുക. ഈ 4 പേരുടെയും മൃതദേഹം ഒന്നിച്ചായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.